സുഖാണോ? എല്ലാവർക്കും ഫണ്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. കൊള്ളാലോടാ മോനൂസേ, വട്ടം പിടിച്ചപ്പോ നീ ഓർത്തില്ലല്ലടാ. എടാ, എതിരെ വരുന്ന ഏതിനെയും ചങ്കിടിപ്പെറിഞ്ഞ് കൊലയാട്ടുകളങ്ങളെ കിടുകിടാ വിറപ്പിച്ച് ബോംബുകളാൽ അമ്മാനമാടുന്ന സാത്താദേവിയറിന് പെൻഷനോ കാത്തിക്കും വരഞ്ഞണേ പിള്ളേര്. ഓക്കെ, ഇൻട്രോ കൊള്ളാമോ ഇല്ലേ? എൻ്റെ പുതിയ ഇൻട്രോ ആണേ, ഒന്ന് കൊള്ളാമോ ഇല്ലേ എന്ന് കമൻറ്റിൽ പറയണേ. പിന്നാണേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊജാങ് ഒഫീഷ്യലി റിലീസിങ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. മൈൻക്രാഫ്റ്റ് 1.21 ജൂൺ 13 അപ്പം ഞാൻ ഓർത്തു 13 വരാൻ പോകുന്ന അപ്ഡേറ്റ് വന്നേക്കുന്ന പുതിയ ഐറ്റംസ് കാര്യങ്ങൾ മോബ് എന്തൊക്കെയാണെന്നെല്ലാം നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. പിന്നെ ബ്രീസിനെ കാണിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ അവസാനം ഒരു ഇതിനകത്ത് ബ്രീസ് ഏതാണെന്നൊന്ന് ഒരു എഡിറ്റ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ ക്ലാരിറ്റി ഇഷ്യൂ അത് റെക്കോർഡറിൻ്റെയും പിന്നെ എഡിറ്റ് ചെയ്യുന്ന ആപ്പിൻ്റെയും കൂടിയാണ്. ആപ്പിന് വലിയ കുഴപ്പമില്ല, റെക്കോർഡ് ചെയ്തത് മൂവ് ചെയ്യുമ്പം അതിനെ ബ്ലറാകുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ആർമഡീലോ സ്പോണൊക്കെയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ആർമഡീലോ. ഇതിൻ്റെ ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു കല്ല് പോലെ ആകും. പിന്നെ ഇതാണ് നമ്മുടെ പുതിയ ടൂൾ മേസ്. ഇതുകൊണ്ട് നമ്മൾ 2 അടി അടിച്ചു കഴിഞ്ഞാൽ ഈ മോബ് തീരും. ഈ ഒരു മോബ് എന്നല്ല, മിക്ക മോബ് 2 അടിക്ക് തീരും. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അപ്പം മഴയും രാത്രിയാകുമല്ലോ. പിന്നെ ഇത് വെച്ച് നമുക്ക് ക്രിയേറ്റീവിൽ നിന്ന് ബ്ലോക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. സർവൈവലിൽ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഞാൻ ഈ വെതർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. നമുക്ക് ഇത് വെതർ ചേഞ്ച് ചെയ്യുന്നതും കൂടി നിങ്ങൾ വേണേൽ കണ്ടുപിടിച്ചു. ആ സൈഡിലെ വരെ തൊട്ടതിന് ശേഷം ടെലിപ്പോർട്ടല്ല, ടൈമിൽ പോയതിന് ശേഷം ഡേ അടിച്ചതിന് ശേഷം ഇക്കിലോ എടുത്തു കഴിഞ്ഞാൽ ടൈം ഡേ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെയിനൂടെ മാറ്റണം. പിന്നെ ഞാൻ ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ആകാശം അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ഷെയ്ഡർ പാക്കിൻ്റെ പേര് NRRDS ഷെയ്ഡർ, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഷെയ്ഡർ വേണോ വേണ്ടേ? നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ കേവ് ലൈഫിൻ്റെ വീഡിയോ വരുന്നുണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സാറ്റർഡേ തന്നെ വരും. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് പ്രോബ്ലങ്ങളും ഉണ്ടായി, അതെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ പിഗിനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. പിഗ് 2 അടിക്ക് ചത്തിട്ടുണ്ട്. അടുത്തുകൊണ്ട് അവിടെ ഒരു ഷീപ്പ് ഉണ്ട്, അതിനെ നമുക്ക് ചാടി ഒന്ന് അടിച്ച് നോക്കാം. അത് എത്ര അടിക്ക് തീരുമെന്നറിയാം. ചാടി അടിക്കുമ്പോൾ ഫസ്റ്റ് അടിക്ക് ഒരു ഷീപ്പ് തീർന്നു. അപ്പോൾ അത്രയ്ക്ക് പവർഫുൾ ഐറ്റാണ്. പിന്നെ വന്നിരിക്കുന്നത് ഞാൻ ആർമഡീലോയുടെ യൂസ് പറഞ്ഞുതരാം. ഇതാണ് ആർമഡീലോ. ഈ ആർമഡീലോ നമുക്കൊരു ഐറ്റംസ് തരും. അതിൻ്റെ പേര് ഐ തിങ്ക് ആർമർ. നമ്മുടെ പട്ടിക്കുള്ള ആർമർ തരും. അതിന് മുമ്പ് ഞാൻ അത് ഉണ്ടാക്കാനുള്ള ഐറ്റം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പേര് ആർമഡീലോ സ്കൗട്ട്. ആർമഡീലോ സ്കൗട്ട് എന്നാണ് ഗൈസ് അതിൻ്റെ പേര്. സ്കൗട്ടാണോ സ്കൂട്ടാണോ എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും ഇത് വെച്ചിട്ട് നമുക്ക് പട്ടിക്കുള്ള ആർമർ ഉണ്ടാക്കാം ഗൈസ്. അതാണ് ഇതിൻ്റെ പുതിയ ഏറ്റവും നല്ല കാര്യം ഗൈസ്. ഇതിൻ്റെ പട്ടിയുടെ ആർമറിൻ്റെ പവർ കൊണ്ട് എന്തോ പവറാണെന്നറിയാം. ഞാൻ കാണിച്ചു തരാം. ഒരു വോൾഫിനെ ആദ്യം എടുക്കണം. എന്നിട്ടൊരു ബോണോട് എടുത്തേക്കാം. ബോൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ചെയ്യണം. ടീം ചെയ്താലേ എന്നെ ആർമർ ഇട്ട് കൊടുക്കാൻ പറ്റും ഗൈസ്. പിന്നെ ഈ ആർമഡീലോയും ആർമറൊക്കെ 1.20.80 വന്നിരുന്നു. എങ്ങനെ ഇത് ശരിക്കും 1.21 മോബാണ് ഗൈസ്. മോബോട്ടി ജയിച്ചയാണ്. മോബോട്ടി നമുക്ക് വന്നിരുന്നത് ഏതൊക്കെയായിരുന്നു? ക്രാബ് വന്നായിരുന്നു, പെൻഗ്വിൻ വന്നായിരുന്നു, ആർമഡീലോ വന്നായിരുന്നു. ഇതിൽ 3-ലാണ് ജയിച്ചത്. പിന്നെ പുതിയ 9 വെറൈറ്റി ടൈപ്സ് ഡോഗ്സും വന്നിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് ഈ പട്ടി ടീം ചെയ്യാം. ഓക്കെ, ഇതിനെ ടീം ചെയ്തിട്ടുണ്ട്. നമുക്കിനി വോൾഫാമർ ഇട്ട് കൊടുക്കാം ഇതിന്. ഇതാണ് ഗൈസ്. ഇത് നമുക്ക് ഡൈ ചെയ്യാൻ പറ്റും കേട്ടോ. ലുക്ക് ഉണ്ടോ? നമുക്ക് മീസ് വെച്ച് ഇത് ആർമർ എത്ര അടിക്ക് പൊട്ടും? 1 ആർമർ പൊട്ടുന്നതാണ്. 2 3 4 5 6 7 8 9 അടി ആയപ്പോഴത്തേന് ഇത് തീർന്നു. പട്ടി എത്ര അടിക്ക് തീരുമെന്ന് നോക്കാം. 1 2 3 4 5 അടിക്ക് തീർന്നിട്ടുണ്ട്. പിന്നെ ആർമർ പൊട്ടാൻ 9 അടി വേണ്ടി വന്നു നമ്മുടെ മീസും കൊണ്ട്. പിന്നെ നോർമൽ ടൂൾസും കൈ കൊണ്ടൊക്കെയാണ് എത്രയാണെന്ന് അറിയത്തില്ല. പിന്നെ വന്നിരിക്കുന്നതാണ് നമ്മുടെ ബ്രീസ് റോഡ്. അതിന് മുമ്പ് തന്നെ ഞാനാണേ ഒരു പട്ടിയെ
ഒരിടത്തിട്ടിട്ട് ഞാൻ അതിൻ്റെ ഇതൊരു കുഞ്ഞു പട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ പവർ. ആർമർ ഒരു പട്ടിക്ക് ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഒരടിക്ക് തീർന്നോ? ഓക്കെ, അത് ഒരടിക്ക് തീർന്നു. ഓക്കെ, നമുക്കിനി ആർമർ ഇട്ട പട്ടിക്ക് എത്ര അടി കൊള്ളാമ്പോൾ ചാവുമെന്ന് നോക്കാം ഗൈസ്. ഇതിന് ആർമറും കിട്ടുന്നില്ല. എന്ത് പറ്റി? ബോൺ ടേം ചെയ്തില്ല, അതിൻ്റെ ആയിരുന്നു ഗൈസ്. ടേം ചെയ്യാഞ്ഞോണ്ട് ആർമർ ആകാനേ. ഓക്കെ, നമുക്ക് എന്തായാലും ആർമർ ഇട്ട് കൊടുക്കാം ഗൈസ്. അയ്യോ, അറിയാതെ ഒന്ന് അടിച്ചതിനെ. ഓക്കെ, നമുക്കൊന്നുകൂടെ അടിച്ചു നോക്കാം. ഇപ്പോൾ ചാടി അടിച്ചുകൊണ്ട് ഇതായിട്ടുണ്ട്. ഞാൻ ഈ അവസാനം പറയാം എത്ര അടി എടുത്തെന്ന്. 8 അടി എടുത്തത് പൊട്ടാൻ. പക്ഷെ ആർമർ ഇട്ട പട്ടിയെ പിന്നടിക്കുമ്പോൾ കുറേ പാടുണ്ട് കേട്ടോ ചാകാൻ. എന്താണെന്ന് എനിക്കറിയത്തില്ല. നേരത്തെ 9 അടി വരാൻ കാരണം ഞാൻ നിന്നായിരുന്നു അടിച്ചത്. മറ്റേത് ഇതിനകത്തിപ്പം ഞാൻ ഒരെണ്ണം ഫസ്റ്റ് വന്ന് ചാടി അടിച്ചു. നെക്സ്റ്റ് വന്ന് നമ്മുടെ ബ്രിഗിസ് റോഡാണ്. ഇതിനടുത്ത് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡ് ചാർജ് എന്ന് പറയുന്നൊരു ഐറ്റം കിട്ടും ഗൈസ്. ഇത് പൊളി സാധനം എന്ന് പറഞ്ഞാൽ പൊളി സാധനം. നമ്മുടെ ബ്രീസിനെ കൊന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഗൈസ്. ഇതിൻ്റെ ഉപയോഗം കാണിച്ചു തരുന്നുണ്ടോ? അത് എറിഞ്ഞു കഴിയുമ്പം നമ്മൾ അവിടെ നിന്ന് ബാക്കിലോട്ടും. വിൻഡാണ് ഗൈസ്. വിൻഡിൻ്റെ പവർ നമ്മുടെ കയ്യിലെത്തുന്നു. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ എന്തിനേയും കൊണ്ട് ട്രൈ ചെയ്യും. ഒരു വോൾഫിനെയും കൊണ്ട് തന്നെ ട്രൈ ചെയ്യാം. ഇതിനെ ഞാനിവിടെ സ്പോൺ ചെയ്തു. ഓക്കെ, ഇനി ബ്രീസ് അല്ല, വിൻഡ് ചാർജ് വെച്ചോണ്ടേ അത് തെറിച്ച് പോകുന്നുണ്ടോ? അതാണ് ഗൈസ് എൻ്റെ മെയിൻ പ്രത്യേകത ഗൈസ്. ഇത് വെച്ച് നമുക്കും പണിയാകാം. ഞാനിപ്പോൾ മുന്നോട്ട് പോകാൻ നോക്കുകയാണ്. പക്ഷേ ഇത് ബ്രീസ് ചാർജ് നെക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ ബാക്കിലോട്ട് പോവാം. പട്ടിയൊക്കെ കൊണ്ട് പറന്നാണ് പോകുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഇത് വന്നത്. പിന്നെ ഈ വോൾട്ട് എന്ന് പറയുന്ന സാധനം, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെയിൽ റൂൺസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു കീ ആവശ്യം വരും. അത് എവിടെയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം അത് ഇതിൽ നിന്നാണ് ഡ്രോപ്പ് ആകുന്നത്. ഞാൻ ആ കീ നിങ്ങളെ കാണിച്ചു തരാം. പിന്നാണെങ്കിൽ അവർ ഇതിൽ നിന്ന് വേറെ ഐറ്റംസ് ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ എമറാൾഡ് വരും, ചിലപ്പോൾ നമുക്ക് ലക്ക് അനുസരിച്ച് ചിലപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ സ്മിത്തിങ് ടെംപ്ലേറ്റ് തന്നെ സ്പോൺ ആകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലക്ക് അനുസരിച്ചായിരിക്കും അത് വരാൻ പോകുന്നത്. എന്തായാലും ഞാനിപ്പം നിങ്ങളെ കാണിച്ചു തരാം കീ. ഞാൻ ആദ്യം ഒന്ന് എടുക്കട്ടെ കീ. എനിക്ക് ഇതിലൊരു ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ അവിടെ ഒരു ദ്വാരം പോലെ. ആ കീ ഞാനൊരു യൂട്യൂബിൽ കണ്ടതാണ്. ആ കീ വെച്ചാണ് ഇനി അത് തുറക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സ്പോണായ ഒരു കീ കിട്ടുമായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു ഇംഗ്ലീഷ് യൂട്യൂബറിൻ്റെ മൈൻക്രാഫ്റ്റ് തന്നെ ഇറക്കിയത് കണ്ടിട്ട്. ഇതാണ് നമ്മുടെ ട്രയൽ കീ എന്നാണ് പേര്. ഈ കീ യൂസ് ചെയ്താണോ ഇത് തുറക്കുന്നതെന്നൊരു ഡൗട്ടുണ്ട്. ഉണ്ടോ എന്തെനിക്ക് കിട്ടിയ ഐറ്റം അതെങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പക്ഷേ നേരത്തെ ആണെങ്കിൽ ആ ഫ്രണ്ടിലൊരു ഇതുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടപ്പ് പോലത്തെ. അതിപ്പോൾ ഇല്ല കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ വീണ്ടും നെക്കിയിട്ടൊന്നും അനക്ക് ഇല്ല ഗൈസ്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ കാര്യം അങ്ങ് വിടുകയാണ്. നമുക്ക് എന്തോ കിട്ടിയെന്ന് നോക്കാം. ആര് പോയ്സണസ് ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ ക്രിയേറ്റീവ് എന്ത് കിട്ടിയിട്ട് എന്ത് കാര്യം. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് അടുത്ത ഐറ്റംസിലേക്ക് പോവാം. ഇതങ്ങ് പൊട്ടിച്ച് കളയണോ? കളഞ്ഞേക്കാം. ഇത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സാധനം നമ്മുടെ കളി സിമ്പിളാക്കാനായിട്ട് ജനിച്ചവൻ. അതാണ് ദ ഓട്ടോ ക്രാഫ്റ്റർ ഗൈസ്. നിങ്ങളിപ്പം ഒരു സെർവറിൽ ഒരു കെമിക്സ് മോഡൽ സെർവറിനകത്ത് ഒരു റോക്കറ്റിൻ്റെ ഷോപ്പ് ഇട്ടു. ആ ഷോപ്പ് നിങ്ങൾക്കാണ് ഇങ്ങനെ വെക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രീപ്പർ ഫാം അവിടെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് നേരെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വന്ന് ഓട്ടോമാറ്റിക്കലി ക്രാഫ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഓട്ടോ ക്രാഫ്റ്റർ ഗൈസ്. ഞാൻ ഇതിനകത്തൊരു ലേഡർ ഉണ്ടാക്കുന്ന കാണിച്ചു തരാം. എന്തായാലും കുറച്ച് സ്റ്റിക്ക് എടുക്കാം നമുക്ക്. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുക, ഈ ഒരു സ്റ്റിക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ആ സബ് ബട്ടൺ ഒന്ന് അടിച്ചേക്കണേ. ഓക്കെ, പിന്നാണ് ഞാൻ ഉദ്ദേശിച്ച് ഒരു ഓട്ടോമാറ്റിക് ക്രീപ്പർ ഫാം. നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം FK നിന്ന് കഴിയുമ്പോൾ തന്നെ ക്രീപ്പർ വീണ് ഗൺ പൗഡർ വന്ന് അതിനകത്തായി. അതിൻ്റെ അവിടെ തന്നെ ഷുഗർ കെയിൻ ഫാം. അത് കഴിഞ്ഞതിന് ശേഷം അത് രണ്ടും കൂടെ മിക്സായി ഇതിനകത്ത് ഓർഡർ വെച്ച് കൊടുത്ത് അത് ഓട്ടോമാറ്റിക്കലി ക്രാഫ്റ്റ് ചെയ്ത് ചെസ്റ്റിലേക്ക് വരുന്നു. എടാ എന്ത് എളുപ്പമായിരിക്കുമല്ലേ. അങ്ങനെ ആക്കാനാണ് നമ്മുടെ മൊജാങ് ഇത് ആഡ് ചെയ്തേക്കുന്നത്. ഞാനിപ്പം ഒരു നമ്മുടെ ലേഡർ ഉണ്ടാക്കേണ്ട രീതി ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ചിട്ടുണ്ട്.
നമുക്ക് താഴെ ഇത് വന്നിട്ടുണ്ട്. അത് ഞാൻ ബാക്ക് അടിച്ചതിന് ശേഷം ലിവർ എടുത്തിട്ട് അതിൻ്റെ സൈഡിലോ അതിൻ്റെ മണ്ടയ്ക്കോ എവിടെയെങ്കിലും ഒന്ന് വെക്കണം. എന്നിട്ട് ലിവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ക്രാഫ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലെത്തും. അതാണ് ഗൈസ് ഓട്ടോ ക്രാഫ്റ്റർ. എൻ്റെ ദൈവമേ, കളി എളുപ്പമാക്കാനായിട്ട് ജനിച്ചവൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതുകൊണ്ട് പിന്നെ ഫാമൊക്കെ എന്ത് എളുപ്പമായിരിക്കും. ഇതാണ് നമ്മുടെ പുതിയതായിട്ട് വന്ന ട്രയൽ റൂൺസ്. ഇത്രയും നാൾ ഉപയോഗശൂന്യമായി കിടന്നേ നമ്മുടെ കോപ്പർ ചേട്ടന് ഒരു ആവശ്യമുണ്ടായി തുടങ്ങി. ഇതെന്ത് നമുക്ക് വെക്കാനുള്ള ട്രാപ്പ് നമ്മൾ തന്നെ ഓണാക്കണമെന്ന്. ഇതുകൊണ്ടോ ഞാൻ നെക്കിയാലേ അതിൽ നിന്ന് ആരോ വരത്തുള്ളൂ, അല്ല വരത്തില്ല. അപ്പോൾ എന്നെ കൊല്ലാനുള്ള ട്രാപ്പിനായിട്ട് ഞാൻ തന്നെ നെക്കണമെന്ന്. കൊള്ളാടേ. തീർന്നാരോ? ആരോ തീർന്നു. ആരോ ഇല്ല, ഇനി തീർന്നാരോ? ആരോ ഖത്തം ഹോഗയാ. ഓക്കെ, എന്താണെന്ന് ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. ഇതാണെന്നാണ്ട് ഇവിടെ ഒരു വോൾട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ 2 വോൾട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നാണെന്ന് തോന്നുക ഇത് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ടോ ഞാനൊന്ന് സ്പെക്ടേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത് റിലീസ് കണ്ടോ അവിടെ ഇതായിട്ട് കിടക്കുന്നേ. എക്സ്പെരിമെൻറ്റ് ഓൺ ആക്കിയതിൻ്റെ ബഗ്ഗാണ് ഗൈസ്. ഞാനില്ലേ ഇത് റിലീസ് ആയതിന് ശേഷം ക്രിയേറ്റീവ് കയറി ഇതൊന്ന് സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും സീക്രട്ട് റൂം ഉണ്ടോ. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതിപ്പോഴില്ല, വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അതിൻ്റെ വരാം. നിങ്ങളിപ്പോൾ കോപ്പറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ കൊണ്ടുള്ള ഐറ്റംസ് കണ്ട ഞെട്ടും. കോപ്പർ ബൾബ്, ഓക്സിഡഡ് കോപ്പർ ബൾബ്, വാക്സ്ഡ് കോപ്പർ ബൾബ്, പിന്നെയാണ് വന്നിരിക്കുന്ന വാക്സ്ഡ് വെതേർഡ് കോപ്പർ ബൾബ്, കോപ്പർ ഗ്രേറ്റ്, കോപ്പർ ഡോറ, ഓക്സിഡഡ് എനിക്ക് പറയാൻ വയ്യ. അല്ല ഈ ബൾബ് എങ്ങനെ ഓൺ ആക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് അതുകൊണ്ട് ഇതേ സാധനം തന്നെ ഞാനും വെച്ചേക്കുന്നു. ഓണാകുന്നില്ല. പക്ഷേ ഇതെങ്ങനെ ഓണാക്കുന്നേ? ഇതിൻ്റെ പുറകെ റെഡ് സ്റ്റോൺ വല്ലതും ഉണ്ടോ? ഒന്ന് നോക്കിയേക്കാം. അതോ ഇനി ആ താഴെ ഒരു ബ്ലോക്ക് ഇരിക്കുന്നതുകൊണ്ടാണോ? അത് നമുക്ക് പൊട്ടിച്ചിട്ടുകൂടെ നോക്കാം. ഇവിടെ എങ്ങും റെഡ് സ്റ്റോണിൻ്റെ ഒരു സിഗ്നലും കാണുന്നില്ല. ഈ താഴെ പൊട്ടിച്ച് അവിടെ എങ്ങും ഇല്ല. പിന്നെ എങ്ങനെ ഇത് കത്തുന്നേ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ഇതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടും അങ്ങനെ തന്നെ കത്തി നിൽക്കുന്നു. താഴെയുള്ള ബ്ലോക്കും എല്ലാം പൊട്ടിച്ചു. ഓക്കെ, ഇതൊക്കെയുള്ളൂ ഇത്രയും നമ്മുടെ വീഡിയോ ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് ഔട്ട്രോയ്ക്കുള്ള സമയം ഏതാണ്ട് അടുത്തിട്ടുണ്ട്. നമ്മുടെ സൈൻ ഓഫിനുള്ള സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ആണ് ബ്രീസ് സ്പോണർ ഗൈസ്. ഞാൻ നിങ്ങളെ ബ്രീസിനെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. നിങ്ങൾ കണ്ടു നോക്ക് ഗൈസ് ബ്രീസ് ഏതാണെന്ന്. ഞാനിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ബാക്കിൽ ഇപ്പോൾ ബ്രീസ് വരും, വന്നിട്ട് അപ്പം തന്നെ പോവുകയും ചെയ്യും. ഒന്ന് ജസ്റ്റ് കണ്ടു നോക്ക് ഗൈസ്. കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ.